ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ കപ്പയും ഫിഷ് കറിയും നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമെന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് വീഡിയോയിലോട്ട് പോകാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് തിളപ്പിച്ച് ഊറ്റി ഉപയോഗിക്കുന്നവരും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ഇത് കുറച്ച് വെള്ളത്തിൽ വെച്ച് തിളപ്പിച്ച് ഊറ്റിയതിന് ശേഷം എടുക്കാം. ഞാനിത് നേരെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. തിളപ്പിച്ച് ഊറ്റിയൊന്നുമില്ല, ഫുള്ളായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ. അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് 4 കട്ട് ചെയ്തിട്ട് അതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം പാടെ ചേർത്ത് കൊടുക്കാം. കപ്പ മൂടി കിടക്കുന്ന അത്രയും വെള്ളം വേണ്ട കേട്ടോ. ഇതിൻ്റെ ഒരു കപ്പ എത്രയും നിൽക്കുന്ന അതിൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1.25 സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ഒന്ന് മുന്നിക്ക് നിൽക്കണം കേട്ടോ, അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്ത് കുക്കറൊക്കെ മൂടി വെച്ച് ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 6 വിസിൽ വരും വരെ അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ നമുക്ക് ഫിഷ് കറി റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 കഷ്ണം ഇഞ്ചി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ 2 സവാളയും ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 6-7 വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് വലിയ ജീരകം പാടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം പാടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം മീനിക്കുള്ള മസാല അത് മാത്രമാണ് കേട്ടോ. ഇനി ഞാനൊരു മൺചട്ടി ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് ചൂടായതിന് ശേഷം 1 സ്പൂണ് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വേപ്പിലയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ അരച്ച് വെച്ച മിക്സ് ഉണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരണം കേട്ടോ. ഞാൻ 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടിയും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുന്നേ ഞാൻ ആ അരവ് പാരുന്നതിന് ശേഷം അരവ് വെന്ത് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ മിസ്സായതാണ്. കുറച്ച് ഒരു നുള്ള് പുളി വെള്ളത്തിലിട്ടിട്ട് അത് നല്ലവണ്ണം അതിൻ്റെ നീരെടുത്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പാടെ ചേർത്ത് കൊടുക്കാം. ഇതിലും ഉപ്പൊന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ. അപ്പോഴേ നമ്മൾക്ക് ഫിഷ് ചേർത്ത് കൊടുക്കുമ്പോൾ അതിലേക്കുള്ള ഉപ്പുണ്ടാവുള്ളൂ. ഇനി ഇത് നന്നായിട്ട് ഈ മസാലയൊക്കെ നല്ലവണ്ണം വെന്തതിന് ശേഷം ഫിഷ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ലവണ്ണം മസാല വെന്തതിന് ശേഷം മാത്രമേ ഉള്ളൂ ഫിഷ് ചേർക്കാൻ പറ്റുള്ളൂ. ഞാൻ ഈ ഫിഷാണ് എടുത്തിട്ടുള്ളത്. വത്തൽ എന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അത് ചേർത്ത് കൊടുക്കാം. മസാല ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല വെള്ളം തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഫിഷ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഫിഷ് ഒന്ന് ഇട്ടിട്ട് ഒന്ന് തിളച്ച് വന്നിട്ട് പിന്നെയും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ല വെള്ളം തിളപ്പിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിലേക്ക്. അതിട്ടിട്ടും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മുടെ ഫിഷ് കറീൻ്റെ ഒരു രുചി വരുന്നത് കേട്ടോ. പെട്ടെന്നാണ്ട് തിളച്ചേക്കിന് ഫിഷ് വെന്തേക്കിനാണ്ട് ഗ്യാസ് ഓഫ് ചെയ്തിട്ടാൽ അതിൻ്റെ ഒരു രുചി വരില്ല. അത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് മെല്ലെ ഇങ്ങനെ തിളച്ച് കുറച്ച് നേരം കിടക്കുമ്പോഴാണ്
അതിൻ്റെ ഒരു കുറുക്കും അതിൻ്റെ ടേസ്റ്റിയൊക്കെ വരുന്നത്. ഇനി ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒന്ന് മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പ 6ാമത്തെ വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കപ്പ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കപ്പ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ചൂടുണ്ട് കേട്ടോ, അതിൻ്റെ ആവി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിതേ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ കപ്പ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കപ്പയും ഫിഷ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കോമ്പിനേഷനാണ് കപ്പയും ഫിഷ് കറിയും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ കപ്പ വേകുമ്പോഴേക്കും ഫിഷ് കറി റെഡിയാക്കാം, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മൾ അടിപൊളി ഫിഷ് കറി കണ്ടില്ല, നല്ല കുറുക്കത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫിഷ് കറി. നമ്മൾ അതിലേക്കുള്ള സവാളയും തക്കാളിയും ഒക്കെ നമ്മൾ അരച്ചെടുത്തുകൊണ്ട് നല്ല കുറുക്കത്തിൽ, ഇതൊന്ന് ചൂട് പോകുമ്പോഴേക്കും ഇതിലേറെ ഒന്ന് കുറുകി വരും കേട്ടോ. നമ്മൾ കപ്പയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. നമ്മളെ കപ്പയും ഫിഷ് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ, വീണ്ടും കാണാം.